ചിലപ്പോൾ വ്യക്തിയുടെ ആഗ്രഹവും പ്രതീക്ഷയും ഭംഗപ്പെടുകയാണെങ്കിൽ അവരുടെ ഹൃദയം ക്രോധം കൊണ്ട് നിറയുന്നതാണ്. ആരെയാണോ അപരാധിയായി കാണുന്നത് അവരെ ശിക്ഷിക്കുന്നതിനു വേണ്ടി സദാ പ്രയത്നിക്കുന്നതുമാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സഫലമാകാതിരിക്കുന്നത് മറ്റാരുടെയെങ്കിലും അപരാധം കാരണമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. ചിലത് സാഹചര്യങ്ങളുടെ അഭാവത്തിലാണെങ്കിൽ മറ്റു ചിലത് വിധിയുടെ ലീലാവിലാസമായിരിക്കും. മറ്റു ചിലപ്പോഴെല്ലാം ഒരിക്കലും സഫലമാകുവാൻ സാധ്യത പോലുമില്ലാത്ത ആഗ്രഹങ്ങളും നമുക്കുണ്ടാകാറുള്ളതുമാണ്. പരിതസ്ഥിതികൾ മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ അപരാധിയായി കാണുന്നത് ഉചിതമായ കാര്യമല്ല. അതിനെയാണ് പ്രതികാരമെന്ന് പറയുന്നത്. ന്യായത്തിന് ആധാരമാക്കേണ്ടത് ദയയും കരുണയുമാണ്. പ്രതികാരത്തിന് ആധാരമായിട്ടുള്ളത് ക്രോധവും അഹങ്കാരവുമാണ്. അതായത് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഒരു വ്യക്തിയെ അപരാധിയാണെന്ന് വിശ്വസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ആ വ്യക്തിയെ ശിക്ഷിക്കുന്നതും നാം നമ്മോട് തന്നെ ചെയ്യുന്ന അനീതിയാവുകയില്ലേ? സ്വയം ചിന്തിച്ചു നോക്കേണ്ടതാണ്.